കോട്ടയത്തെ വിവിധ പാടശേഖരങ്ങളിൽ നെല്ല് സംഭരിക്കുന്നില്ലെന്ന് പരാതി ഉയരുന്നു. മഴയും വെയിലുമേറ്റ നെല്ല് നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ. 27 ദിവസം മുമ്പ് കൊയ്ത നെല്ലാണ് സംഭരിക്കാത്തത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഞാനിപ്പോൾ നിൽക്കുന്ന ഐമനം പരിപ്പ് ഭാഗത്തുള്ള പട്ടാക്കരി എന്ന് പറയുന്ന പാടശേഖരത്താണ്. അവിടെയാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പല സ്ഥലങ്ങളിലും ഒന്നാം കൃഷി കഴിഞ്ഞ് രണ്ടാം കൃഷിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പാടശേഖരത്ത്, ഈ ഒരു പ്രദേശത്തെ ഐമനം ഭാഗമാണ്, അവിടെയാണ് ഈ നെല്ല് ഇതുപോലെ സംഭരിക്കാതെ കിടക്കുന്നത്. ഇതിനുള്ള കാരണം മില്ലുടമകൾ കൃത്യമായി നെല്ല് സംഭരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും കർഷകരും എന്നോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ശരിക്കും സംഭവിച്ചത്? കൊയ്യാൻ താമസിച്ചു പോകുന്നില്ല. 20-ാം തീയതി കൊയ്തതാണ്. ഒരേക്കർ കൊയ്താൽ 20 നെല്ല് ഞാൻ കൂടെ ഉണ്ട്. പക്ഷേ 3 ഏക്കർ കൊയ്തപ്പം വണ്ടിക്കാരൻ പറയുന്നത് 8 മണിക്കൂർ 10 മിനിറ്റ് ആയെന്ന് പറഞ്ഞു. ഞങ്ങളത് സമ്മതിക്കാതെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി. അന്നത്തെ പിറ്റേ ദിവസം ഞങ്ങളെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് കൺവീനർ പറഞ്ഞ് ശരിയായ മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിക്കാരൻ ഒരു മാസത്തോളമായി ഈ ഒരു പ്രദേശത്തെല്ലാം ഐമനം വില്ലേക്ക് കൃഷിഭവന്റെ കീഴിൽ പല സ്ഥലത്തും നെല്ല് കെട്ടിക്കിടക്കുകയാണ്. മഴയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് വലിയൊരു പ്രതിസന്ധി. തീർച്ചയായിട്ടും നെല്ല് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. 3 ആഴ്ചയായിട്ട് നെല്ല് ഇങ്ങനെ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ പറഞ്ഞാലും ഈ 3 ആഴ്ചയോളം കൊയ്തത് ഏപ്രിൽ 20-ാം തീയതിയാണ്. അതിനുശേഷം ഈ ഇത്രയും നാളായിട്ടും ഈ നെല്ല് സംഭരിച്ചിട്ടില്ല. അത് തന്നെയാണ് ഈ കർഷകരെല്ലാം ആശങ്കപ്പെട്ട് നിൽക്കുന്നത്. പല കർഷകരും അവരുടെ കയ്യിലുള്ള സ്വർണമെല്ലാം പണയം വെച്ചും കടം മേടിച്ചുമൊക്കെയാണ് ഈ കൃഷിക്കിറങ്ങിയത്. അവരുടെ നെല്ലാണ് ഇങ്ങനെ സംഭരിക്കാതെ കിടക്കുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയായി തന്നെ. ടോബി, മറ്റൊരു വാർത്ത കൂടിയുണ്ടല്ലോ ടോബി. ഈ രാജ്യസഭാ സീറ്റ് വിട്ടു കൊടുക്കില്ലെന്ന് കേരള കോൺഗ്രസ് എം പറഞ്ഞിരിക്കുന്നല്ലോ. CPI-യും അതുപോലെ അവരൊക്കെ അവകാശവാദം ഉന്നയിച്ച ഒരു സീറ്റിലേക്കാണ് ഈ മാണി കോൺഗ്രസിന്റെ കണ്ണ്. തീർച്ചയായിട്ടും SKN. എന്തായാലും ജോസ് കെ മാണി രാജിവെച്ച് UDF-ൽ നിന്ന് LDF-ലോട്ട് വന്നപ്പോഴാണ് ആ ഒരു സീറ്റ് തങ്ങൾക്ക് ലഭിച്ചത് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് ഈ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ പരസ്യ പ്രതികരണങ്ങൾ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. UDF-ൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ രീതിയിൽ ചർച്ചയാകുകയും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ആവശ്യമുന്നയിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ സ്റ്റീഫൻ ജോർജ് നമ്മളോട് ഒരു പ്രതികരണം നടത്തിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പരസ്യമായിട്ട് മറ്റ് പ്രതികരണങ്ങളൊന്നും തന്നെ കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് സീറ്റ് ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് കേരള കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഈ ഒരു സീറ്റിന്റെ കാര്യത്തിൽ കേരള കോൺഗ്രസ് ഒരു നിലപാടെടുക്കുമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഉറച്ചു തന്നെ നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. ഇപ്പോൾ ഒരു സങ്കടകരമായ വാർത്ത. മലപ്പുറം തിരൂരിൽ പാമ്പുകടിയേറ്റ് ചികിത്സയിലിരുന്ന വയോധിക മരിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.